ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനിലേക്ക് നാം ചെയ്യാൻ പോകുന്നത് സിസ്റ്റമാറ്റിക് റിവ്യൂ ആൻഡ് മെറ്റാ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. കാലങ്ങളായിട്ട് നമ്മളൊക്കെ പഴയ കാലത്തൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡുണ്ട്. നമ്മൾ ലൈബ്രറികളിൽ പോകുന്നു, നമ്മുടെ ലൈബ്രറി ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലൈബ്രറി പോകുന്നു, പ്രീമിയർ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ലൈബ്രറിയിലേക്ക് ആക്സസ് കിട്ടാനായിട്ട് ശ്രമിക്കുന്നു. പത്രങ്ങൾ, ആർട്ടിക്കിളുകൾ, ബുക്സ് ലൈബ്രറികളിൽ നിന്നൊക്കെ എടുത്ത് അത് റെഫർ ചെയ്ത് പഴയ റിസർച്ചുകളും തീസിസുകളൊക്കെ എടുത്ത് അതിൽ നിന്നൊക്കെ ബേസ് ചെയ്ത് നമ്മുടെ ഒരു റിസർച്ച് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളെ മുഴുവൻ നമ്മൾ റിവ്യൂ ചെയ്യുന്നു. പല രീതിയിൽ നമ്മൾ റിവ്യൂ ചെയ്യാറുണ്ടായിരുന്നു. അതിന് ആ മെത്തേഡിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരു ക്രോണോളജിക്കൽ ഓർഡർ, സിസ്റ്റമാറ്റിക് ഓർഡർ, പല പല മെത്തേഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കാലം നോക്കുകയാണെങ്കിൽ ആ ടൈപ്പ് മെത്തഡോളജി ഒരു പരിധിവരെ നമുക്ക് സാധിക്കുന്നില്ല. അതൊരു കാരണം, പണ്ടുണ്ടായിരുന്ന അത്രയും ഡാറ്റ അല്ല ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. താങ്ക്സ് ടു ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടിയും റിസർച്ച് റിപ്പോസിറ്ററീസിൻ്റെ വരവോടുകൂടിയും, ആദ്യമൊക്കെ പെയ്ഡായിട്ടുള്ള സ്കോപ്പസ്, വെബ് ഓഫ് സയൻസ്, പബ്മെഡ് പോലെയുള്ള പെയ്ഡ് റിപ്പോസിറ്ററീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പലരുടെ സ്ഥലത്തൊക്കെ എബ്സ്കോയും മെൻഡീസിൻ്റെ ഒക്കെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു, വലിയൊരു എമൗണ്ട് കൊടുത്ത്. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ ഓപ്പൺ പ്ലാറ്റ്ഫോമിലും നമുക്ക് വളരെയധികം റിസർച്ചുകൾ അവൈലബിൾ ആകുന്നുണ്ട്. ഉദാഹരണമായി മൈക്രോസോഫ്റ്റ് അക്കാഡമിക്കോ ഗൂഗിൾ സ്കോളർ എടുക്കുകയാണെങ്കിലും വെബ് ഓഫ് സയൻസോ സ്കോപ്പസോ ഇൻഡെക്സ് ചെയ്യപ്പെടുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള റിസർച്ചുകൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങളൊരു ഗൂഗിൾ സ്കോളറിൽ വെറുതെ ഒരു സെർച്ച് ചെയ്യുകയാണെങ്കിൽ, ഒരു ടോപ്പിക്കിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത് 100-200 ആർട്ടിക്കിളുകളല്ല, റിസർച്ച് ആർട്ടിക്കിളല്ല കിട്ടുക. സ്കോളറിലൊക്കെ കയറി നോക്കുകയാണെങ്കിൽ കിട്ടുന്നത് 1,00,000-2,00,000 ആർട്ടിക്കിളാണ്. ഇപ്പോൾ പ്രായോഗികമായിട്ട് ഈ 1,00,000-2,00,000 ആർട്ടിക്കിൾ മുഴുവൻ റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ ഒരു ലൈബ്രറികളുണ്ടായിരുന്ന ഫിസിക്കലായിട്ട് ഉള്ള ഹാർഡ് കോപ്പി ആയിട്ടുണ്ടായിരുന്ന മെറ്റീരിയലിൻ്റെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ അല്ല, ലക്ഷക്കണക്കിന് റിസർച്ച് ഔട്ട്പുട്ടുകളാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്കിന്ന് കിട്ടുക. ഇന്നൊരു പരിധിവരെ നമുക്ക് ഫിസിക്കലായിട്ടുള്ള ബുക്സ്, ഫിസിക്കലായിട്ടുള്ള റിസർച്ച് ഡാറ്റ നമുക്ക് അധികം ആവശ്യം വരുന്നില്ല. അത് വരാത്തതിന് കാരണം അവിടെ കിട്ടാവുന്ന എല്ലാ ഉള്ള ഹാർഡ് കോപ്പികൾ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ റിപ്പോസിറ്ററികളിലൊന്നും അവിടുന്ന് ഡിജിറ്റൈസ് ചെയ്യുകയും അത് ഓൺലൈനായിട്ട് പ്ലാറ്റ്ഫോമുകളിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റികളിലുള്ള റിസർച്ച് തീസിസുകൾ തന്നെ നോക്കുക. ഇൻഫ്ലിപ്നെറ്റ് വഴി നമുക്ക് എത്രമാത്രം വേണമെങ്കിൽ ശോധനഗംഗയിലൊന്ന് കയറുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിലുള്ള ഒരുമാതിരിപ്പെട്ട ഒരു 80% റിസർച്ച് തീസിസുകളും കഴിഞ്ഞ 10-20 വർഷമായിട്ടുള്ള ഇത്രയും റിസർച്ച് തീസിസുകൾ ഇൻഫ്ലിപ്നെറ്റിലെ അല്ലെങ്കിൽ ശോധനഗംഗയിൽ കയറി നമുക്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. സ്കോളർ കയറി നോക്കുകയാണെങ്കിൽ ഇതേ തീസിസുകൾ തന്നെ അവിടെ കിടപ്പുണ്ട്. ആർട്ടിക്കിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ലോകത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ പബ്ലിക്കേഷനുകളും, ലോകത്ത് ഏറ്റവും സൈറ്റ് ചെയ്യപ്പെട്ട എല്ലാം തന്നെ സ്കോളറിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് എന്തുകൊണ്ട് നമുക്ക് പഴയ കാലത്ത് ഉണ്ടായിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യമായിട്ട് നമുക്കുണ്ടായിരുന്ന ഒരു ലിറ്ററേച്ചർ റിവ്യൂവിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ട് മാറേണ്ടി വരും എന്നുള്ള ഒരു ഇതാണ് കാണിക്കാൻ ഉദ്ദേശിക്കുക. ഇന്ന് ഉള്ള റിസർച്ചുകളെ പഴയുള്ള ഏതെങ്കിലും 1,00,000 ഡാറ്റ ഉള്ളതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള 10, 30, 50 ഏതെങ്കിലും ആർട്ടിക്കിളും ജേണലും കുറേ ബുക്സും എടുത്ത് ലിറ്ററേച്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസർച്ച് വാല്യൂ, അതിൻ്റെ കണ്ടൻറ്റിൻ്റെ വാല്യൂ, ഔട്ട്പുട്ടിൻ്റെ വാല്യൂ വളരെ കുറവാണ്. നമ്മളങ്ങനെ ചെയ്യുന്ന റിസർച്ചുകളെ നമ്മൾ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും ആ പബ്ലിക്കേഷൻ പലപ്പോഴും റിജക്റ്റ് ആയി പോകും. കാരണം ലോകത്ത് മുഴുവനുള്ള റിസർച്ചുകൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം പോലും ശരിക്കും ടച്ച് ചെയ്തിട്ടില്ല. കാരണം എല്ലാ റിസർച്ചുകളും ബേസിക്കലി നമ്മൾ 2-3 കാര്യങ്ങളായിരുന്നു. ഒന്ന്, യു ആഡ് ടു ദ എക്സിസ്റ്റിംഗ് നോളജ്, നിലവിലുള്ള അറിവിൻ്റെ കൂടെ നമ്മൾ അത് ആഡ് ചെയ്യുന്നു. നിലവിലുള്ള അറിവിനെ നമ്മൾ മാറ്റി എഴുതുന്നു. നിലവിലുള്ള ഒരിടത്തും ആരും കണ്ടുപിടിക്കാത്ത പുതിയ കാര്യം നമ്മൾ കണ്ടുപിടിക്കുന്നു. ഈ 3 കാര്യങ്ങളാണ് ശരിക്കും റിസർച്ച് നമ്മൾ ചെയ്തിരിക്കുക. അപ്പോൾ നമ്മുടെ റിസർച്ച് ഫൈൻഡിങ് നിലവിലുള്ള ഇതുവരെ ലോകത്തുള്ള അറിവ് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്ന ശരിക്കും ഇത്രയും കാലം ഈ ഒരു ഫീൽഡ് നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ
എത്രമാത്രം ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എന്തുമാത്രം നമ്മളിതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഈ റിസർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിലുള്ള അറിവ് ശരിക്കും ഡോക്യുമെൻ്റ് ചെയ്യാതെയുള്ള ഒരു റിസർച്ചിനെയും നമുക്ക് റിസർച്ച് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ 1 ലക്ഷം അല്ലെ 2 ലക്ഷം അല്ലെ 3 ലക്ഷം ഡാറ്റ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ സെഷനിൽ നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ ഈ ആർഗ്യുമെൻ്റ് കൂടുതലായി സോഷ്യൽ സയൻസിനെ ചാഞ്ഞാണ് നിൽക്കുന്നത്. കാരണം നമുക്ക് ഒരേ സമയത്ത് പ്യുവർ ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഈ ഡാറ്റ അല്ലെ മെഡിക്കൽ ഫീൽഡ് പോലെയുള്ള ഡാറ്റകളൊക്കെ ചെയ്യുന്നത് വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ രണ്ടും എങ്ങനെ സാധിക്കും എന്നുള്ളത് മാത്രമാണ് കാണിക്കാൻ സാധിക്കുക. ഞാനിവിടെ ഓപ്പൺ ചെയ്യാൻ നോക്കുന്ന ഗൂഗിൾ സ്കോളറാണ്. നിങ്ങൾ ഗൂഗിൾ സ്കോളറിലേക്ക് കയറുകയാണെങ്കിൽ ലോകത്തുള്ള ഏത് ടോപ്പിക്കുകൾ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കുക വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് എടുത്തു നോക്കാം. എത്ര എംപ്ലോയി മോട്ടിവേഷൻ എന്ന് പറയുന്നൊരു സാധനം എടുത്തു. അത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ 20,70,000 റിസർച്ചുകളാണ് ഗൂഗിൾ സ്കോളറിൽ ഇപ്പോൾ കിടക്കുക. ഇല്ലെങ്കിൽ അല്പം കൂടെ ഹൈ ആയിട്ടുള്ള 2-3 HR ടോപ്പിക്ക് എടുക്കാം. എൻഗേജ്മെൻറ്റ്, എംപ്ലോയി എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്ന അത്ര ഫാമിലിയർ അല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന എടുക്കുമ്പോഴും 14,10,000 റിസർച്ചുകൾ കിട്ടുന്നു. ഇത്രയും ഡാറ്റ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇത് മുഴുവൻ എടുത്ത് ഓരോ ആർട്ടിക്കിളും തുറന്നു നോക്കി ഇതിൽ നിന്നല്ല, ഇത് വൈലി കിടക്കുന്നു, വൈലി ലൈബ്രറി കിടക്കുന്നു, ഇതും വൈലിയാണ്, പല പല എമറാൾഡിൽ കിടക്കുന്നു. ഈ ഉള്ള എല്ലാം കൂടി എടുക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ 4-5 ഏറ്റവും ടോപ്പിൽ വന്നാൽ നമ്മൾ എടുത്താൽ മതിയോ? അങ്ങനെ ചെയ്യുന്ന ഒരിക്കലും ലിറ്ററേച്ചർ ശരിയാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഡാറ്റയിൽ നിന്ന് നമ്മുടെ റിസർച്ച് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കൃത്യമായിട്ട് നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക, അതിലേക്ക് നോക്കാം. ഈ സിസ്റ്റമാറ്റിക് റിവ്യൂ മെറ്റാ അനാലിസിസിൻ്റെ ആവശ്യം വരാനുള്ള കാരണം ഇന്ന് അറിവ് ഉണ്ടെന്നുള്ളതല്ല, അറിവിൻ്റെ കൂടുതലാണ്, ആധിക്യമാണ്, ടു മച്ച് നോളജാണ്. ഒന്ന്, ഈ റിസർച്ചുകളൊക്കെ പല രീതിയിൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇതിനെ മനസ്സിലാക്കിയെടുക്കുന്നതിനും പല രീതിയുണ്ട്. കാരണം ഓരോ റിസർച്ചിലും ഓരോ ക്ലസ്റ്റർ അല്ലെ ഓരോ ടൈപ്പ് ഓഫ് ഇൻ്റർപ്രട്ടേഷനകത്തും ഓരോരുത്തരും എക്സ്പ്ലെയിൻ ചെയ്യുന്ന മെത്തേഡും അതിനെ അവർ മനസ്സിലാക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതും രണ്ടായിരിക്കും. അപ്പോൾ പല ഇൻ്റർപ്രട്ടേഷൻ, പല അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാകും. ഒരേ സാധനം തന്നെ പല രീതിയിൽ നമ്മളിപ്പോൾ എംപ്ലോയി എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതേ സംഗതിയെ തന്നെ വേറൊരാൾ വേറെ രീതി കോയിൻ ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. മൂന്നാമത്തെ ഒരു പ്രശ്നം, റിസർച്ച് ചെയ്യാനുള്ള ടോട്ടൽ നമുക്ക് ആകെ കിട്ടുന്ന സമയവും നമുക്ക് എന്തുമാത്രം അതിനുവേണ്ടിയുള്ള അധ്വാനിക്കാൻ പറ്റും, എന്തുമാത്രം പണം സ്പെൻഡ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒരു കാര്യമാണ്. അപ്പോൾ റിസർച്ചിൻ്റെ വാല്യൂവിൽ കൂടുതലുള്ള രീതിയിൽ അത്രയും ടൈമും എഫേർട്ടും മണി ഇട്ട് നമ്മൾ റിസർച്ച് ചെയ്യാൻ കാര്യമില്ല. ഏറ്റവും അവസാനമായിട്ട് സിസ്റ്റമാറ്റിക് റിവ്യൂവിൻ്റെ ഏറ്റവും വലിയ ആവശ്യം വരുന്നത് നമ്മുടെ ഈ റിസർച്ച് ക്വസ്റ്റ്യൻ, നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ റിസർച്ചിന് അല്ല ഈ റിസർച്ചിൻ്റെ ക്വസ്റ്റ്യന് ചേരുന്ന റിലവൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് മാത്രം നമ്മൾ കവർ ചെയ്താൽ മതി. അല്ലാത്ത നമ്മൾ കവർ ചെയ്തൊരു കാര്യമില്ല. ഇതിനെ എങ്ങനെ നാരോ ചെയ്യാം? ഈ നാരോ ചെയ്യുന്ന സ്റ്റേജിന് വേണ്ടിയാണ് നമ്മൾ ഈ സിസ്റ്റമാറ്റിക് റിവ്യൂ ആൻഡ് മെറ്റാ അനാലിസിസിലേക്ക് പോവുക. ഞാൻ പരമാവധി ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി സാധാരണക്കാർ, പരിചയമില്ലാത്ത ആൾക്കാർ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ എൻ്റെ ഈ ശ്രമം വിജയിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്ന് ലിറ്ററേച്ചറിൻ്റെ മൊത്തമുള്ള റിവ്യൂസ് നോക്കുകയാണെങ്കിൽ 3 തരം ലിറ്ററേച്ചർ റിവ്യൂസ് ഉണ്ട്. ഒന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂ ആണ്. അതിനകത്ത് വളരെ ബ്രോഡായിട്ടുള്ള സ്കോപ്പിട്ടുള്ള ഒരു ടോപ്പിക്കിനെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്തെടുക്കുക, അതിനെ ഒന്ന് വളരെ ചുരുക്കി അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന രീതി. അപ്പോൾ ഇതിനകത്തൊരു കുഴപ്പമുള്ളത്, ചില റിസർച്ചുകൾ വളരെ ബയസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണെങ്കിൽ പോലും അതുപോലും നമ്മൾ ചിലപ്പോൾ ഉപയോഗിച്ചെന്ന് വരാം. പിന്നെ എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റഡീസാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. പഴയ രീതിയിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന നമ്മുടെ ഒരു റിസർച്ചിൻ്റെ മെത്തേഡ്. രണ്ടാമത്തെ പുതിയ മെത്തേഡാണ് സിസ്റ്റമാറ്റിക് റിവ്യൂ. ഇത് ഒരു പരിധിവരെ റിസർച്ച് ഡാറ്റ അല്ലെ റിസർച്ച് ലിറ്ററേച്ചറിലുള്ള ആധിക്യം മൂലമാണ് ഇന്ന് സിസ്റ്റമാറ്റിക് റിവ്യൂയിലും മെറ്റാ അനാലിസിസിലേക്കും പോയത്. ഒന്ന്, ഈ സിസ്റ്റമാറ്റിക് റിവ്യൂവിൽ നമ്മുടെ ഈ സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ച് ക്വസ്റ്റ്യൻ, വളരെ ബ്രോഡായിട്ടുള്ള റിസർച്ച് ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ഉണ്ടായി. അതിനെ നമ്മൾ നാരോ ചെയ്ത് ചെറുതാക്കി
പിന്നെ പിന്നെ ചെറുതായി വരും തോറും ആ സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ച് ക്വസ്റ്റ്യൻ മാത്രമായിട്ട് കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടോ? രണ്ട്, ഈ പോകുന്ന റിസർച്ചിലേക്ക് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ, എന്തൊക്കെ ലിറ്ററേച്ചറുകൾ, ഏതൊക്കെ വേരിയബിൾസ് കൃത്യമായിട്ട് നമ്മുടെ റിസർച്ചിൽ ഇൻക്ലൂഡ് ചെയ്യണം, ഏത് ഉൾപ്പെടുത്തണ്ട എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഈ സിസ്റ്റമാറ്റിക് റിവ്യൂ സാധിക്കും. ചിലപ്പോൾ സിസ്റ്റമാറ്റിക് റിവ്യൂവിൻ്റെ കൂടെ മെറ്റാനാലിസിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ചിലർ ഈ സിസ്റ്റമാറ്റിക് റിവ്യൂ തന്നെ മെറ്റാനാലിസിസ് ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ മെറ്റാനാലിസിസ് എന്ന് പറയുന്നത് നിർബന്ധമില്ല, അത് മാത്രമൊന്നുമില്ല. ഇത് വളരെ നാരോ ചെയ്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. മൂന്നാമത് ഇനി മെറ്റാനാലിസിസ് എന്താ കാണാം. മെറ്റാനാലിസിസ് ആണ്, ഇത് ഇറ്റ് വാസ് സപ്പോസ് ടു ബി പോയിന്റ് നമ്പർ 3. ഓക്കെ, സോ മെറ്റാനാലിസിസിനകത്ത് ചെയ്യേണ്ട ഈ സിസ്റ്റമാറ്റിക് റിവ്യൂ വഴി നാരോ ചെയ്ത സ്റ്റഡീസിനെ വളരെയധികം പിന്നെയും ആ സ്റ്റഡി മാത്രം നമ്മൾ നാരോ ചെയ്തേക്കുന്നതിന് മാത്രമായിട്ട് സിസ്റ്റമാറ്റിക് റിവ്യൂ വഴി നോക്കുന്നു. സിമിലറായിട്ട് ഒരേ തരം ഡാറ്റ ഉള്ളത് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിസൾട്ട് മാത്രം വളരെ ഇതായിട്ട് നമ്മുടെ ഈ റിസർച്ച് ടോപ്പിക്കുകൾ വേരിയബിൾ 1ഉം വേരിയബിൾ 2 അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപെൻഡൻറ്റ് വേരിയബിളും ഇത് നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള രീതിയിൽ ബന്ധപ്പെട്ട സാധനങ്ങൾ റിസൾട്ട് കൃത്യമായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുക്കുന്നു. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആകാനുള്ള കാരണം പല ടൈമും ചിലപ്പോൾ ചെറിയ സ്റ്റഡികൾ, വളരെ ചെറിയ സാമ്പിളൊക്കെ വെച്ചുള്ള സ്റ്റഡികൾ പലപ്പോഴും ഒരു 500 അല്ലെങ്കിൽ 800 സാമ്പിൾ വെച്ച് ചെയ്ത് സ്റ്റഡിയും ഒരു 50 അല്ലെങ്കിൽ 100 വെച്ച് സ്റ്റഡിയും തമ്മിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാകും. ലാർജ് സാമ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ലാർജ് സാമ്പിൾ ഉണ്ടെങ്കിൽ എപ്പോഴും ചാൻസസ് ഓഫ് എറേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് കൃത്യമായ റിസൾട്ട് കിട്ടണമെങ്കിൽ സാമ്പിൾ സൈസ് വളരെ നല്ലൊരു സാമ്പിളാണ്. അപ്പോൾ ചെറിയ സാമ്പിളിനുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും. ഈ സിസ്റ്റമാറ്റിക് റിവ്യൂ ആൻഡ് മെറ്റാ അനാലിസിസ് മുഴുവൻ നോക്കുകയാണെങ്കിൽ ഇതിനെ 5 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ ഈ സെഷനിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ 5 കാര്യങ്ങൾ. ഒന്ന്, കോൺസെപ്ച്വൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു സംഗതി. ഈ കോൺസെപ്റ്റ് സിമിലർ ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്നുണ്ട്. സൈറ്റേഷൻ അനാലിസിസ്, മൊത്തമുള്ള സൈറ്റേഷൻ്റെ ബേസ് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ബിബ്ലിയോമെട്രിക് അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നുണ്ടോ. സൈറ്റേഷനും റെഫറൻസിങ്ങും വേണ്ടി ക്രൈറ്റീരിയ നമ്മൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് മീറ്റ് അനാലിസിസ്. ഇപ്പോൾ ഈ 4ാമത് നോക്കുകയാണെങ്കിൽ സൈറ്റേഷൻ ആൻഡ് റെഫറൻസിങ് ക്രൈറ്റീരിയ സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞത് ഞാനിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സ്പെസിഫിക് സെർച്ച് സ്ട്രാറ്റജി ബൈ ലിസ്റ്റിംഗ് വാട്ട് വിൽ ബി ഇൻക്ലൂഡഡ്. എന്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജിയും ഇതിനകത്തേക്ക് നമ്മൾ തീരുമാനിക്കുകയാണ്. ഒന്നാമത്തേതിലേക്ക് വരാം. ഒന്നാമത്തത് കോൺസെപ്ച്വൽ റിവ്യൂ ആണ്. കോൺസെപ്ച്വൽ റിവ്യൂ എന്ന് പറയുമ്പോൾ ശരിക്കും ചെയ്യുന്നത്, ഒരു ടോപ്പിക്ക് നമുക്ക് കിട്ടി. ഞാൻ ഇച്ചിരി കോമൺ അല്ലാത്ത ഒരു ടോപ്പിക്ക് എടുക്കുകയാണ് ഇതിവിടെ. ഒരു ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് ടോപ്പിക്കാണ്. മെമ്മറബിൾ ടൂറിസ്റ്റ് എക്സ്പീരിയൻസ്. ടൂറിസ്റ്റ് വന്ന് ഒരു ഹോളിഡേ എടുത്തിട്ട് പോയി കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ടോപ്പിക്ക്. ഇപ്പോൾ ഞാനൊരു ടോപ്പിക്ക് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേജിൽ ഞാനിങ്ങനെ ഒരു ടോപ്പിക്ക് കിട്ടി, അതിലേക്ക് റിസർച്ച് ചെയ്യാൻ പോകുമെന്ന് പറയുമ്പോൾ അവിടെ കൊണ്ട് തീരുന്നില്ല. അതേ രീതിയിൽ ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ വളരെയധികം റിസർച്ച് ചെയ്യാനുണ്ടായിരിക്കാം. ഈ മെമ്മറബിൾ ടൂറിസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കോയിൻ ചെയ്ത് 1-2 ഓതേഴ്സ് ആയിരിക്കും. ആ ഓതേഴ്സിനെ ബേസ് ചെയ്ത് 10, 100 അല്ലെങ്കിൽ 500, 600 റിസർച്ചുകൾ നടന്നു കാണും. പക്ഷെ അതുകൊണ്ടാകുന്നില്ല. നമ്മളൊരു കംപ്ലീറ്റ്ലി ലിറ്ററേച്ചർ കവർ ചെയ്യണമെങ്കിൽ ഇതേ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതേ റിസർച്ച് പ്രോബ്ലം തന്നെ വേറെ പല ടെർമിനോളജികൾ ഉപയോഗിച്ചും ആ കാര്യം റിസർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കൃത്യമായൊരു കോൺസെപ്ച്വൽ റിവ്യൂ ആണ് വേണ്ടത്. ഈ സിമിലർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികമുള്ള ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുകളൊക്കെ ചിലപ്പോൾ കിട്ടും. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള റിസർച്ച് കിട്ടും. ആ റിസർച്ചിനകത്തൊക്കെ ഈ പറഞ്ഞ കോൺസെപ്ച്വൽ റിവ്യൂസ് തന്നെ നടത്തിയുള്ള റിസർച്ചുകൾ കിട്ടിയെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്കിൽ സിമിലർ ആയിട്ടുള്ള എത്ര ടെർമിനോളജികളുണ്ട്. ഇപ്പോൾ ഈ റിസർച്ച് നോക്കുകയാണെങ്കിൽ മെമ്മറബിൾ ടൂറിസം എക്സ്പീരിയൻസ് എന്നുള്ളതിനെക്കുറിച്ച് തന്നെ മെമ്മറബിൾ ട്രാവൽ എക്സ്പീരിയൻസിനെ കുറിച്ച് 65,000 റിസർച്ചുണ്ട്. മെമ്മറബിൾ വിസിറ്റർ എക്സ്പീരിയൻസ് ഒരു 15,000 ഉണ്ടായിരുന്നു. മെമ്മറബിൾ ഡൈനിങ് എക്സ്പീരിയൻസ്, മെമ്മറബിൾ ഹോട്ടൽ എക്സ്പീരിയൻസ്, ഡെസ്റ്റിനേഷൻ മെമ്മറബിൾ എക്സ്പീരിയൻസ്, ഇങ്ങനെ കുറേ ഉണ്ടാകും. അപ്പോൾ ആദ്യം നമ്മൾ ഈ സിസ്റ്റമാറ്റിക് റിവ്യൂ ചെയ്യുന്ന കോൺസെപ്ച്വൽ റിവ്യൂ ആണ്. സിമിലർ ആയിട്ടുള്ള ടെർമിനോളജികൾ പല രീതിയിൽ ആൾക്കാർ പറഞ്ഞെങ്കിലും സംഗതി സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള റിസർച്ചുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നാരോ ചെയ്യണം. അത് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ഗൂഗിൾ സ്കോളർ പോലെയുള്ള ഏതെങ്കിലും മീഡിയം വഴി ഈ സംഗതി ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ മുമ്പേ കാണിച്ച ഗൂഗിൾ സ്കോളറിൽ തന്നെ പോവുകയാണെങ്കിൽ ഞാനിപ്പോൾ എടുക്കുകയാണ് മെമ്മറബിൾ ടൂറിസം എക്സ്പീരിയൻസ്. അപ്പോൾ
76,200 റിസൾട്ട് അവിടെ കിട്ടി. ഇനി ഇത് തന്നെ മാറിയിട്ട് സിമിലർ ആയിട്ടുള്ള ഓരോ വാക്കുകളും സിമിലറായിട്ട് ചേഞ്ച് ചെയ്യുക. ഇത് 2,45,000 കിട്ടുന്നുള്ളൂ. ഇനി ഇതെല്ലാം ചിലപ്പോൾ റിവ്യൂ ചെയ്ത് വരുമ്പോൾ നമ്മൾ വേരിയബിൾസ് നോക്കി നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇങ്ങനെ ഏത് രീതിയിലും സിമിലർ ആയിട്ടുള്ള റിസർച്ച് ടോപ്പിക്കിനെ നമ്മൾ നാരോ ചെയ്തെടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് ആദ്യത്തെ കോൺസെപ്ച്വൽ റിവ്യൂ. ഈ സിമിലർ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ടെർമിനോളജികളെല്ലാം സെയിം ആണോ ഓർ ആർ ദേ ഡിഫറെൻറ്റ്? അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജിൽ വളരെ സയൻറ്റിഫിക് ആയിട്ട് ഇന്ന് റിസർച്ചിൽ എസ്പെഷ്യലി നമ്മളൊരു PhD തീസിസ് ഒക്കെ വരുവാണെങ്കിൽ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഇതുമായി ടോപ്പിക്കുമായി കൃത്യമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റിസർച്ച് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട സിമിലർ ആയിട്ടുള്ള ടെർമിനോളജികൾ കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നം, ഒന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ലിറ്ററേച്ചർ കിട്ടില്ല, രണ്ട് ഇതേ സിമിലറുള്ള കോൺസെപ്റ്റ് ലോകത്തുള്ള നോളജിനെ നമ്മൾ മുഴുവൻ ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഭാഗം ആദ്യം ചെയ്യുക, ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ആയിട്ട് മാത്രമേ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകുള്ളൂ. അതാണ് നമുക്ക് ആദ്യം, കാരണം ഇത് എന്തൊക്കെയാണ്, എവിടെ നിന്നുള്ള ഡാറ്റ, എന്തൊക്കെ ഡാറ്റയാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജാണ് സൈറ്റേഷൻ അനാലിസിസ്. വളരെയധികം ആൾക്കാർ റിസർച്ചുകൾ ചെയ്തിട്ടുണ്ടാകും, ടോപ്പിക്കുകളുണ്ടാകും. വളരെ ചെറിയ ഈ പിയർ റിവ്യൂഡ് ജേർണലും ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇറക്കുന്ന ചെറിയ റിസർച്ചറും പ്രെഡേറ്ററി ജേർണലുകളൊക്കെ വളരെയധികം ആൾക്കാർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ലിറ്ററേച്ചറൊന്നും ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിന് ലോകത്തുള്ള നോളജ് ബേസിൽ അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഇതിന് എന്ത് ഇമ്പാക്റ്റാണുള്ളത്, ഈ ഓതറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, ഈ ഓതറിൻ്റെ ഇമ്പാക്റ്റ് എന്താ, അല്ലെങ്കിൽ ഈ ആർട്ടിക്കിളിന് അല്ലെങ്കിൽ ഈ പബ്ലിക്കേഷനുള്ള ഇമ്പോർട്ടൻസ് എന്താ, ഇതിനെ നമ്മൾ നോക്കുന്ന എത്ര തവണ ഇയാളുടെ ഈ പറഞ്ഞ ഓതറുടെ ഈ ഇദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളോ പബ്ലിക്കേഷനോ ലോകത്ത് എത്ര പേര് സൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈറ്റേഷൻ അനാലിസിസ് എങ്ങനെ ചെയ്യാന്നുള്ള വളരെയധികം ടൂൾസ് അവൈലബിൾ ആണ്. ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ വളരെയധികം ടൂൾസ് ഉണ്ടെങ്കിലും ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ആദ്യമായിട്ട് പബ്ലിഷ് ഓർ പെറിഷ് എന്ന് പറയുന്ന ഒരു ഫ്രീ സോഫ്റ്റ്വെയറാണ്. നിങ്ങൾക്ക് ഇത് ഗൂഗിൾ സ്കോളറിൽ തന്നെ അഡ്വാൻസ് സെർച്ച് ഓപ്ഷനിൽ പോയാൽ കുറേയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതിലും വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടൂൾ. അപ്പോൾ ഈ പറയുന്ന എല്ലാ സ്റ്റേജിലും ഉദ്ദേശിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു ടൂൾ നിങ്ങളെ ഫെമിലിയർ ആക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുക. ഞാൻ പബ്ലിഷ് ഓർ പെറിഷ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഫ്രീ ഗൂഗിൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ആനിഹാർ സിംഗ് എന്ന് പറയുന്ന ഒരു ലേഡി, UK പ്രൊഫസറാണ്, അവർ ചെയ്ത ഒരു റിസർച്ചാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യാം. ഇപ്പോൾ പബ്ലിഷ് ഓർ പെറിഷ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പബ്ലിഷ് ഓർ പെറിഷിലേക്ക് നിങ്ങൾ കയറുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങൾക്കൊന്നെങ്കിൽ ഗൂഗിൾ സ്കോളറിൽ നിന്നോ ഇല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അക്കാഡമിക്കിൽ നിന്നോ ക്രോസ് റെഫിൽ നിന്നോ ഇല്ലെങ്കിൽ വെബ് ഓഫ് സയൻസിൽ നിന്നോ സ്കോപ്പസ്, ഈ സ്കോളർ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഓതറിൻ്റെ എല്ലാ ആർട്ടിക്കിളും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സ്കോളർ പ്രൊഫൈലിൽ നിന്ന് നമുക്ക് കയറാൻ പറ്റും. പബ്മെഡ് പോലെയുള്ള പബ്മെഡ്, സ്കോപ്പസ്, വെബ് ഓഫ് സയൻസ്, ഈ മൈക്രോസോഫ്റ്റ് അക്കാഡമിക് എല്ലാം ഫ്രീ അല്ല എന്നുള്ള ഒരു പ്രശ്നം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്ത്, വെബ് ഓഫ് സയൻസിലാണെങ്കിൽ വെബ് ഓഫ് സയൻസിലേക്ക് ലോഗിൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്കോപ്പസ് ആണെങ്കിൽ സ്കോപ്പസിലേക്ക് ലോഗിൻ ചെയ്തിരിക്കുക. അതിനുശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ ആയിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഒരു 2 ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഒരു 2 ഡാറ്റ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഗൂഗിൾ സ്കോളർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉദാഹരണമായിട്ട് ഇത് കാണിക്കാം. ഗൂഗിൾ സ്കോളർ നോക്കുകയാണെങ്കിൽ ഇതിന് ഓതർ, പബ്ലിക്കേഷൻ, ടൈറ്റിൽ വേർഡ്സ്, കീവേഡ്സ്. അപ്പോൾ കീവേഡ്സാണ് ഞാൻ നോക്കുന്നെങ്കിൽ ഞാൻ ഉദാഹരണമായിട്ട് ഞാനിവിടെ ശ്രദ്ധിക്കുകയാണ്, എംപ്ലോയി എൻഗേജ്. അപ്പോൾ ഈ എംപ്ലോയി എൻഗേജ്മെൻറ്റിനെ കുറിച്ചുള്ള ഡാറ്റ മുഴുവൻ ഇത് ഡൗൺലോഡ് ചെയ്യാണ്. അല്പനേരം ഞാൻ പോസ് ചെയ്യുന്ന ഒരു 10-500 ആകുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരു 350ഓളം ഡാറ്റ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓതർ വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. 1 വർഷം അല്ലെ ഒരു ഏറ്റവും റീസെൻ്റ് സെർച്ചാണ് 2017 തൊട്ട് 2020 അല്ലെ 21 വരെയുള്ള അങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും. ഈ ഏതെങ്കിലും പബ്ലിക്കേഷൻ നെയിം ഇറങ്ങി അത് വെച്ച് ചെയ്യാൻ പറ്റും. ISSN ഡിപ്പെൻഡ്സ്. ഇവിടെ വളരെയധികം ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷൻ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിലേക്ക് നമ്മുടെ സമയം വളരെ ലിമിറ്റഡാണ്. ടോപ്പിക്ക് വളരെ വലുതുമായതുകൊണ്ട് ഞാൻ കാണിക്കണം. ഒന്ന്, നിങ്ങൾക്ക് ഏതും ചെയ്യാൻ പറ്റുന്നത് ഇത്രയും കാലം ഉണ്ടായിരുന്ന, അതായത് ഇതിപ്പോൾ 2002 തൊട്ട് 2021 വരെയുള്ള റിസർച്ചുകളാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത്. കൂടുതൽ വരുമായിരിക്കും. ഇതിനൊരു ലിമിറ്റേഷനുള്ള ഒരു സമയത്ത് ഏകദേശം 1000 എൻട്രിയെ നമുക്ക് ഈ മാക്സിമം നമ്പർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുകളിൽ ഇത് സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്.
അപ്പം സാധാരണയിൽ നമ്മൾ ചെയ്യുന്ന ഒരേ സാധനം തന്നെ ഇയർ മാറ്റിക്കൊടുത്ത് 2002 തൊട്ട് 2008 വരെ ഉള്ളത് മുഴുവൻ എടുക്കും. അത് 2008 തൊട്ട് 16 അങ്ങനെ മുഴുവൻ എടുക്കുകയാണെങ്കിൽ 10,000 15,000 ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യുന്നതിനകത്ത് ഇവിടെ ചെയ്യുന്ന ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന് ഇവിടെ വളരെ സിമ്പിളായിട്ട് ഒന്ന് ഒരു റിസർച്ച് എടുക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ സൈറ്റ് ചെയ്ത ആർട്ടിക്കിളുകൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു കാരണവശാലും ചെയ്യില്ല. അതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് സൈറ്റേഷൻ ഏറ്റവും കൂടുതലുള്ള ഡാറ്റ റിസർച്ചുകൾ ഏതൊക്കെയാണെന്ന് കിട്ടും. ഏറ്റവും രസകരമായൊരു സാധനം, ഇവിടെ ഏതെങ്കിലും ഒരു സംഗതി ഒരു ആർട്ടിക്കിൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നേരെ തുറക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം എംപ്ലോയി എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഡാറ്റ നേരെ തുറക്കാൻ നോക്കുകയാണെങ്കിൽ ആ ആർട്ടിക്കിള് അതേപടി എനിക്കിവിടെ കിട്ടുകയാണ്. ഇതുണ്ടോ? ഇത് ലോകത്ത് ഇത്രമാത്രം റിസർച്ചുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് 1427 സൈറ്റേഷൻ ഇതുവരെ എത്തിയിട്ടുണ്ട്. ഒരു വർഷം എത്രയുണ്ട്. പിന്നെ ഇതിൻ്റെ ബേസിൽ സൈറ്റേഷൻ്റെ മുഴുവനുള്ള ബേസിസിൽ നിങ്ങൾക്ക് ഒന്നെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ആദ്യം തന്നെ നാരോ ചെയ്യണം. ഞാൻ എത്രയാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ ടോപ്പിക്കിലും ഇത്ര സൈറ്റേഷൻ കൊണ്ട് എടുക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചില ടോപ്പിക്ക് വളരെ പോപ്പുലർ ആയിരിക്കില്ല, ചില ടോപ്പിക്ക് വളരെ നീഷയായിട്ടുള്ള ഏരിയയിലായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ അധികം നടന്നു വരികയില്ല. അപ്പോൾ ടോപ്പിക്കിൻ്റെ നിങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുക. 1000-ന് മുകളിലുള്ള, അതായത് 2021 വരെ വേണ്ട, 1000-ന് മുകളിലുള്ള എത്ര റിസർച്ചുകളെല്ലാം ഞാൻ ചെയ്യും. ഇപ്പോൾ അടുത്ത സൈറ്റേഷൻ റാങ്കിങ് നോക്കുവാണെങ്കിൽ സൈറ്റേഷൻ റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള റാങ്കുകളുള്ളതിനെ കൂടുതലായിട്ട് ഞാൻ എടുക്കും. ഇങ്ങനെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് തീരുമാനിക്കുക. അത് മാത്രം നമ്മുടെ റിസർച്ചിലേക്ക് കൊണ്ടുവരിക. അല്ലാത്തതിനെ ആദ്യം എടുത്ത് കളയുക. ഫസ്റ്റ് തിങ്ക് ചെയ്യാവുന്നത്. രണ്ടാമത് ചെയ്യാവുന്നത് നിങ്ങൾ ഇയർ ഓഫ് പബ്ലിക്കേഷൻ. എപ്പോഴും പബ്ലിക്കേഷനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി പഴയ റിസർച്ചുകൾ നമ്മൾ സൈറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പം ഒരു ആർട്ടിക്കിൾ പബ്ലിക്കേഷൻ ഇന്ന് പോകണമെങ്കിൽ ഏറ്റവും റീസെൻറ്റ് റിസർച്ചസ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, റീസെൻറ്റും ഇമ്പോർട്ടൻ്റുമായിട്ട് റിസർച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ. വളരെ പഴയ റിസർച്ചുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം വളരെ നാരോ ആയിട്ടൊന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ചെയ്ത് ഇന്നത്തെ നോളജ്, കറൻറ്റ് നോളജ്, ഇന്നത്തെ കാലത്തുള്ള നോളജാണ് കൂടുതലായിട്ട് സൈറ്റ് ചെയ്യേണ്ടത്. പഴയ 2002-ലോ 1976-ലോ ഒന്നും റിസർച്ചിലേക്ക് ഒത്തിരി ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള റിസർച്ചിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഞാനതൊന്നും എടുക്കുകയാണ്. ഞാൻ 2021 മുതലുള്ള റിസർച്ചുകൾ എടുക്കുകയാണെങ്കിൽ ഈ റിസർച്ചുകൾ 2021-20 ഞാൻ തീരുമാനിക്കുകയാണ് ഒരു 20 സൈറ്റേഷന് മുകളിലുള്ള എല്ലാം ഞാൻ എടുക്കും. എന്നാൽ 2021 ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇത് 4 സൈറ്റേഷൻ ആയപ്പോലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇയർ വൈസ് ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഇതിൽ നിന്ന് ഏതൊക്കെയാണ് നമ്മുടെ റിസർച്ചിന് വേണ്ടത്, ഏത് ആർട്ടിക്കിളാണ് വേണ്ടാത്തത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനായിട്ട് ഈ പബ്ലിഷ് പരീക്ഷ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. കൂടുതലായിട്ട് പബ്ലിഷ് പരീക്ഷനെ കുറിച്ച് അറിയാണെങ്കിൽ യൂട്യൂബിൽ പബ്ലിഷ് പരീക്ഷനെ കുറിച്ച് കുറേ ഇഷ്ടംപോലെ വീഡിയോ കിടപ്പുണ്ട്. വളരെയധികം. ഇത് 1 അവറിനുള്ളിൽ തീരേണ്ട സെഷനായതുകൊണ്ട് ഞാനിവിടെ ഈ പറഞ്ഞ ആദ്യത്തെ സൈറ്റേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞ രീതി നിങ്ങൾക്ക് ക്രൈറ്റീരിയ തീരുമാനിച്ച് നാരോ ചെയ്ത് ഏതൊക്കെ റിസർച്ചുകളാണ് ഞാൻ കവർ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് റിസർച്ചുകൾ കവർ ചെയ്യേണ്ടാത്ത, അല്ലെങ്കിൽ ടോട്ടൽ വരുമ്പോൾ ഞാൻ ഈ 10,000-10,000 റിസർച്ചിനകത്ത് എങ്ങനെ ഞാൻ 100-120 റിസർച്ചുകളാണ് ഞാൻ കവർ ചെയ്യുന്ന രീതിയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സൈറ്റേഷൻ അനാലിസിസ് വഴി നമുക്ക് ബേസിക്കായിട്ട് സൈറ്റേഷൻ്റെ ഏറ്റവും കൂടുതൽ സൈറ്റ് ചെയ്യപ്പെട്ട ആർട്ടിക്കിൾ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ സൈറ്റ് ചെയ്യപ്പെട്ട വർക്കുകൾ നല്ലതാണ്. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വർക്കുകൾ നമ്മൾ എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ H-ഇൻഡെക്സ്, അല്ലെങ്കിൽ പറഞ്ഞ റാങ്കിങ്, സൈറ്റേഷൻ റാങ്കിങ്, റിസർച്ച് റാങ്കിങ് ഒക്കെ ബേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസർച്ചുകളെ നാരോ ചെയ്യാനുള്ള ഒരു ഫ്രീ സോഫ്റ്റ്വെയറാണ് ഇപ്പം സൈറ്റേഷൻ അനാലിസിസ് കാണിച്ചത്. ടൂൾസ് ഒത്തിരി ഉണ്ട്, വളരെയധികം ഉണ്ട്. ഞാൻ ഫ്രീ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഇത് തന്നെ ഇവിടെ കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വെബ് ഓഫ് സയൻസ് കയറണം, സ്കോപ്പസ് കയറുവാണെങ്കിൽ ഒക്കെ സ്കോപ്പസിൻ്റെ എല്ലാ രീതിയിലുള്ള സൈറ്റേഷൻ അനാലിസിസുകൾ കിടപ്പുണ്ട്. പക്ഷേ എല്ലാവർക്കും സ്കോപ്പസിലേക്കും വെബ് ഓഫ് സയൻസിലും പബ്മെഡിലേക്കും ആക്സസ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള അസംഷനിലാണ് ഫ്രീ സോഴ്സായ ഗൂഗിൾ സ്കോളർ വെച്ചിവിടെ കാണിച്ചത്. ബാക്കിയുള്ളതും തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.